നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ 168-ാം ജയന്തി ഓഗസ്റ്റ് 20-ന് നടക്കാൻ പോകുന്നു. ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ 100-ാം വാർഷികവും കൊണ്ടാടപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ഗുരുവിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും ഡോക്ടർ എം.എ. സിദ്ദിഖ് സാറ് നമ്മളോട് സംസാരിക്കുന്നു. 1924-ലാണ് ഗുരുവിൻ്റെ സർവമത സമ്മേളനം ആലുവയിൽ നടക്കുന്നത്. അത്തരത്തിലുള്ളൊരു സമ്മേളനം നടത്താൻ ഗുരുവിനെ പ്രചോദിപ്പിച്ച കാര്യം എന്തായിരിക്കും? 1924 മാർച്ച് മാസത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. പക്ഷെ അതിന് മുൻപ് തന്നെ ഗുരു ഇത് പ്ലാൻ ചെയ്തിരുന്നു. ശരിക്കും 6 പേരാണ് ആ ഒരു പ്ലാനിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം സഹോദരൻ അയ്യപ്പൻ, CV കുഞ്ഞിരാമൻ, പിന്നെ സത്യവ്രത സ്വാമികൾ, ഗുരുവിൻ്റെ സന്യാസി ശിഷ്യന്മാരിൽ വളരെ പ്രമുഖനായ സത്യവ്രത സ്വാമികൾ, പിന്നെ ശ്രീനാരായണ ഗുരു, കണ്ണന്തോടത്ത് ഗോവിന്ദമേനോൻ എന്ന് പറയുന്ന ഒരു പിന്നീട് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഇങ്ങനെ 5-6 പേർ ചേർന്ന ഒരു സംഘമാണ് ആദ്യമായി സർവമത സമ്മേളനത്തെക്കുറിച്ചിട്ടുള്ള ആശയം രൂപപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ കുമാരനാശാനും അതിലുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ സമ്മേളനം നടക്കുന്ന മാർച്ച് മാസത്തിന് 2 മാസം ജനുവരിയിൽ ആശാൻ പല്ലനയിൽ മരണപ്പെട്ടു. അതല്ലായിരുന്നെങ്കിൽ ആശാൻ ഈ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുമായിരുന്നിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ആശയം ഒരു ഐഡിയ എന്നുള്ള നിലയിൽ ഇത് രൂപപ്പെട്ടു വരുമ്പോൾ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ അതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. ഒന്നാമത് ഈ മതപരിവർത്തന രസവാദമെന്ന് പിൽക്കാലത്ത് കുമാരനാശാൻ്റെ ലേഖനം വരുന്നുണ്ടല്ലോ. മതപരിവർത്തനത്തെ സംബന്ധിച്ച് അസ്വസ്ഥജനകമായൊരു ചർച്ച കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ ചേർത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു കൃത്യത ഉണ്ടാകണമെന്നൊരു പക്ഷേ ഗുരുവിൻ്റെ ശിഷ്യർ ആഗ്രഹിച്ചിരിക്കും, വിശേഷിച്ചും സഹോദരൻ അയ്യപ്പനടക്കമുള്ളവർ. അയ്യപ്പൻ ഇതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് മതമല്ല കേന്ദ്രം, മനുഷ്യനാണ് എന്നുള്ളൊരു മുദ്രാവാക്യം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഗുരു അപ്പോഴും അതിൻ്റെ അന്തിമഘട്ടത്തിലും പറയുന്നുണ്ട്, ഞാനതിൽ പങ്കെടുക്കേണ്ടതുണ്ടോ, നിങ്ങളത് നടത്തിക്കൊള്ളുമല്ലോ എന്ന് പറയുന്നുണ്ട്, ഗുരു ചോദിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഒടുവിൽ ഈ ശിഷ്യരുടെയൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഗുരു അവിടെ ഉണ്ടാവണം. ആ ഒരു ലക്ഷ്യം കൂടി മുൻനിർത്തിയിട്ടാണ് ഈ മാർച്ച് മാസത്തിൽ അദ്വൈതാശ്രമത്തിൽ തലേ ദിവസങ്ങളിൽ തന്നെ ഗുരു അവിടെ എത്തിച്ചേരുകയും സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പശ്ചാത്തലമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അത് ഈ സമ്മേളനം തീരുമ്പോൾ ഗുരുവിൻ്റെ സന്ദേശമായി സത്യവ്രത സ്വാമി തന്നെ വായിക്കുന്നുണ്ട്. നാം ശിവഗിരിയിൽ തുടങ്ങാൻ ആരംഭിക്കുന്ന അദ്വൈതാശ്രമത്തിന് സർവമത പാഠശാലയ്ക്ക് ജനങ്ങളിൽ നിന്ന് പിരിവുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി ഒരു സർവമത പാഠശാല ഇപ്പോൾ ശിവഗിരിയിൽ അത് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ നടത്തിപ്പിന്, അതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി 5 ലക്ഷം രൂപയാണ് അക്കാലത്ത് ആ സമ്മേളനം ഗുരു പ്ലാൻ ചെയ്തിരുന്നത്. പൊതുജനങ്ങളിൽ നിന്നാണ്, പബ്ലിക്കാണ്, ജാതീയമായി പിരിവല്ല, പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ട് സർവമത ഒരു പാഠശാല എന്ന നിലയിൽ അത് രൂപപ്പെട്ടു വരണം. തീർച്ചയായിട്ടും ഈ പാഠശാലയുടെ ലക്ഷ്യം മുൻനിർത്തി തന്നെ നമുക്ക് പറയാൻ പറ്റും, നമ്മളൊരു ജനാധിപത്യ പുരോഗമന സാമൂഹിക ക്രമത്തിലേക്ക് പോവുകയാണ്, ശാസ്ത്രീയ വീക്ഷണമുള്ളൊരു സമൂഹത്തിലേക്ക് പോവുകയാണ്. ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കേവലമായ ജാതി വ്യവസ്ഥയെ മുൻനിർത്തിക്കൊണ്ടോ മതാത്മകമായ സാമൂഹിക ക്രമത്തെ മുൻനിർത്തിയോ നമുക്ക് ആധുനികരാവാൻ കഴിയില്ല എന്ന ഒരു സാമാന്യ ബോധം അതിനോടകം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു. അതിനെ സ്ഥാപിക്കുക എന്നത് തന്നെയാണ് 1924 സമ്മേളനത്തിന് അന്തർധാര. പിന്നെ ഇതിനൊരു മാതൃകയുണ്ട്, അത് നമുക്കെല്ലാം അറിയാം. 19-ാം നൂറ്റാണ്ട് ഒടുവിൽ ഷിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനം 1893 വിവേകാനന്ദൻ പങ്കെടുത്ത അതാണ് ആദ്യത്തെ സർവമത സമ്മേളനം. അല്ല നമ്മൾ ഈ പറയുന്ന ആലുവ, അതാണ് ഇതിന് നമ്മൾ ഇതിൽ ആദ്യത്തേതെന്ന് പറയുമ്പോൾ ഇത് രണ്ടിൻ്റെയും പൊളിറ്റിക്സ് നമ്മൾ അനലൈസ് ചെയ്യണം. അതായത് ഈ 93-ലെ ഷിക്കാഗോയിലെ സർവമത സമ്മേളനം എന്നത് 1892-ൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന് 400 വർഷമാണ്. ഈ 400-ാം വർഷത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു ലോക വ്യാപാര മേള ഈ ഷിക്കാഗോയിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ സാംസ്കാരിക വിഭാഗം എന്നുള്ള നിലയിൽ
ഈ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്. ഈ സർവമത സമ്മേളനത്തിന് ഇതിനപ്പുറത്ത് പ്രത്യേകിച്ചൊരു മെസ്സേജ് മുന്നോട്ട് വയ്ക്കാനില്ല. അത് ഇന്നത്തെ നിലയിൽ നമ്മൾ ഒരു എക്കണോമിക്സിൻ്റെ ഒക്കെ തിയറി ഉപയോഗിച്ച് പരിശോധിച്ചാൽ ലോകത്ത് വ്യാപാരങ്ങൾ, ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് വ്യാപാരങ്ങൾ സുഗമമാകണമെങ്കിൽ പ്രത്യേകിച്ച് കലഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവും, സംഘർഷം ഉണ്ടാവരുത്. ഈ സംഘർഷരഹിതമായ അന്തരീക്ഷത്തിൻ്റെ ഒരു സാധ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സമവായം എന്ന നിലയിലുള്ള സർവമത സമന്വയമാണ് ഉള്ളത്. പക്ഷെ അതിന് വേറെ അന്തർധാര ഉണ്ടാവും. അന്നത്തെ മുതലാളിത്ത സംവിധാനങ്ങളായിരിക്കും. തീർച്ചയായിട്ടും മുതലാളിത്ത സംവിധാനങ്ങൾ പ്രവർത്തിക്കും. അതിന്റെ പുറകിലൊരു എക്കണോമിക്സ് ഉണ്ട്. പക്ഷെ ആലുവ സർവമത സമ്മേളനത്തിന്റെ ലക്ഷ്യം പല മതസാരവും ഏകമെന്ന് ഗുരു ഈ 19ാം നൂറ്റാണ്ട് ഒടുവിൽ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞ, ഒരുപക്ഷെ അരിയപ്പുറം പ്രതിഷ്ഠയോടുകൂടി ഗുരു പറഞ്ഞ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറയുന്ന ഒരു വിശാലമായ മാനവിക അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആ അർത്ഥത്തിലാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണാർത്ഥത്തിലുള്ള സർവമത സമ്മേളനം കേരളത്തിൽ നടന്ന ആലുവയിലെ സർവമത സമ്മേളനം. അതിന്റെ സന്ദേശം എന്തായിരുന്നു ശരിക്കും? ഇത് തന്നെയാണ് എന്താണ്? തീർച്ചയായിട്ടും ഈ പല മതസാരവും പിന്നെ സമഭക്തിയോടെയും സമബുദ്ധിയോടെയും അല്ലെ സമീപിക്കുക എന്നുള്ള രീതിയിലല്ലേ അതിന്റെ സന്ദേശം പോയത്? തീർച്ചയായിട്ടും അല്ലെ. അപ്പം ഇതിവിടെ ഒരു ഇത് കിടക്കുന്നത് 1921 മലബാർ കർഷക ലഹള, അത് മലബാർ കലാപം എന്ന പേരിലും കർഷക ലഹള എന്ന പേരിലൊക്കെ അറിയാം. നമ്മൾ കർഷക ലഹള എന്നുള്ള കുറച്ചുകൂടി നല്ല ഒരു ടേം തോന്നും അല്ലേ? വർഗീയ ലഹള എന്നുള്ള അപ്പുറം കർഷക ലഹള എന്ന് പറയുന്നു. അതിന് ഇത് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ടോ? ഗുരു ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആലോചിക്കുമ്പോൾ കുമാരനാശാനെ കുറിച്ച് ദുരവസ്ഥയൊക്കെ എഴുതിയല്ലോ അതിനിടയിൽ. തീർച്ചയായിട്ടും അതിലെ ചർച്ചകളിൽ ഇത് രൂപപ്പെട്ടു വരും. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു ഈ മലബാർ കലാപത്തെ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിലാണ് പരിശോധിക്കേണ്ടത് വരുന്നതെന്ന് തോന്നുന്നു. കാരണം 1921 ഈ കലാപം നടക്കുമ്പോൾ ഇപ്പോൾ തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് പൂക്കോട്ടൂർ മുതൽ അങ്ങോട്ട് കൊണ്ടോട്ടിയൊക്കെ വ്യാപിച്ച് നടക്കുന്ന ഒരു ബ്രിട്ടീഷ് പട്ടാളവും കർഷകരും തമ്മിലുള്ള വെടിവെപ്പ്, അതിന് മുന്നും ശേഷവും നടന്നിട്ടുള്ള കലാപത്തിൻ്റെ വ്യത്യസ്ത മാതൃകകൾ, അതിനിടയിൽ നടന്നിട്ടുള്ള ചില വർഗീയമായ ഇടപെടലുകൾ, അത് നിഷേധിക്കാൻ കഴിയില്ല, ഉണ്ടായിട്ടുണ്ട്. അതിൽ മതപരിവർത്തനം ഉണ്ടായിട്ടുണ്ട്, നിർബന്ധിത മതപരിവർത്തനം ഉണ്ടായിട്ടുണ്ട്, കൊലകളും കൊള്ളിവെപ്പും ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ പക്ഷത്തെയും മനുഷ്യർ അത് ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം സംഘർഷങ്ങളെ സംബന്ധിച്ചൊരു വ്യക്തത സത്യത്തിൽ അന്നത്തെ ചരിത്ര പണ്ഡിതന്മാർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ കുമാരനാശാന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു അപൂർണത ഉണ്ടായിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ 21 കലാപത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ 943 ഈ കലാപം, അത് ആഹ്വാനവും ഓർമ്മപ്പെടുത്തലും പെരിന്തൽമണ്ണയിൽ വലിയ മീറ്റിംഗ് AKGMSൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നത്. അന്ന് ഇതൊരു കർഷക കലാപമാണ്, ഇതൊരു വർഗീയ കലാപമല്ല എന്ന് AKGയുടെ നേതൃത്വത്തിലും EMS അടക്കമുള്ളവരും പറയാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഇത് ആദ്യത്തെ കർഷക കലാപമല്ല എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ നമ്മളിപ്പോൾ പിന്നെ ലോകന്റെ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ ഈ മലബാർ ഏരിയയിൽ തന്നെ ഈ വ്യത്യസ്ത താലൂക്കുകളിൽ ഈ കലാപങ്ങൾ ഉണ്ടാവുകയും ബ്രിട്ടീഷ് സാമ്പത്തിക നയം അതിന് കാരണമായി തീരുന്നത് എങ്ങനെ, ജന്മി കുടിയാന്മ ബന്ധത്തിനുള്ളിലെ ശിഥിലീകരണങ്ങൾ, അതിനുള്ളിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ എങ്ങനെ കാരണമായി തീരുന്നു എന്നുള്ളത് ലോകന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയാൻ പറ്റും. പക്ഷെ അതിനൊരു ക്ലാരിറ്റി കുറെ കൂടി വ്യക്തമായി വരുന്നത് ഇപ്പോൾ പണിക്കർ സാറിനെ പോലെയുള്ളവർ 60-കൾ 70-കളിൽ മലബാർ കലാപത്തെക്കുറിച്ചിട്ടുള്ള പഠനം നടത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ 21 പശ്ചാത്തലത്തിൽ ഒരു വ്യക്തതക്കുറവ് ആശാനടക്കമുള്ളവർക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചർച്ചയും കൂടി സർവമത സമ്മേളനത്തിന് ഉണ്ടായിരുന്നിരിക്കണമെങ്കിൽ പോലും മലബാർ കലാപം കൊണ്ടല്ല 24 ഈ കാരണം ചർച്ചയിൽ ഒരു പക്ഷെ വന്നിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും ഈ സമ്മേളനത്തിന്റെ ഏറ്റവും ആകർഷകമായ വാക്യം ഇത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അത് എന്തിനെ അറിയാനും അറിയിക്കാനുമാണെന്നുള്ളത് സമ്മേളനത്തിന്റെ സ്വാഗതപ്രസംഗത്തിൽ സത്യവ്രത സ്വാമി സ്വാഗതപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ആ സ്വാഗതപ്രസംഗം ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ പെട്ടെന്ന് രൂപപ്പെട്ടൊരു സ്വാഗതപ്രസംഗമല്ല. അത് കൃത്യമായി എഴുതി തയ്യാറാക്കി ഓരോ ചിന്തയും അനലൈസ് ചെയ്ത് അന്തിമമായി ഇന്നതാണ് പറയേണ്ടത് എന്ന് വ്യക്തതപ്പെടുത്തി CV കുഞ്ഞിരാമൻ തയ്യാറാക്കി സത്യവ്രത സ്വാമി അവതരിപ്പിച്ച സ്വാഗതപ്രസംഗമാണ്. അത് ഗുരു കേട്ട് ഉറപ്പുവരുത്തിയതാണ്.
ആ സ്വാഗതപ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്താണ് ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. അതൊരു പക്ഷേ നമ്മളൊരു 4-5 തരത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് ആ ക്ലാസിഫിക്കേഷനിൽ ഒന്നിലും ഈ കേവലമായ മതകലഹങ്ങൾ ആണ് സമൂഹത്തെ നയിക്കേണ്ടതെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടില്ല. അത് ആ സമ്മേളനത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നില്ല. പക്ഷെ അതിൽ ആരെങ്കിലും മനസ്സിൽ അത് കരുതിയിരുന്നിരിക്കാം. അതായിരിക്കും വാദിക്കാനും ജയിക്കാനും അല്ല. തീർച്ചയായിട്ടും അല്ലേ? അതെ അതെ, ബോധ്യപ്പെടുത്തൽ കൂടിയാണ്, അതല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ള അല്ലേ? അതെ അതെ. എല്ലാ മതങ്ങളും ഒരുപോലെ കാണണം എന്ന് പറയുന്ന ഗുരുവിന്റെ അവിടെ ഈ മതം എന്ന് പറയുമ്പോൾ ഗുരുവിനൊരു കാഴ്ചപ്പാടുണ്ട്. മതമേകം അനന്തിതം എന്ന് ഗുരു പറയുന്നുണ്ട്. ഇപ്പം മതം ഏകമാണ്, പക്ഷെ ഈ മതം എന്നുള്ളത് എന്താണ് അതിന്നും വളരെ പ്രസക്തമാണ്. നമ്മൾ ഈ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ എല്ലാ മുസ്ലിമീങ്ങളും ഒന്നാണ്. ഹിന്ദു മതം എന്ന് പറയുമ്പോൾ അത് വളരെ യൂണിഫോം ആയിട്ടുള്ളൊരു ഒരു സ്ട്രക്ചറാണ്. ക്രിസ്തു മതം എന്ന് പറയുമ്പോൾ ഗുരു പറയാൻ ശ്രമിച്ച ഒരു കാര്യം, അതെങ്ങനെ പറയാൻ പറ്റും? ഓരോരുത്തർക്കും ഓരോ മതമുണ്ട്. ഇപ്പം എൻ്റെ മതമല്ല, ഇപ്പം ഞാൻ മുസ്ലിമാണെന്ന് കരുതുക, മറ്റൊരു ഇസ്ലാമിൻ്റെ മതവും എൻ്റെ മതവും തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ അഭിപ്രായത്തിൻ്റെ സൗന്ദര്യബോധമാണ് മതം. അപ്പം ഈ മതങ്ങളൊക്കെയും ആദരിക്കപ്പെടണം. ഇതാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതം ആദരിക്കപ്പെടുക, മറ്റൊന്നൊന്നിനേക്കാൾ മുകളിലായിരിക്കുക, ആ അർത്ഥത്തിൽ ഈ ജീവജാലങ്ങൾ അടക്കമുള്ള സകലതിൻ്റെയും ശാന്തി ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു മതം, അതിൽ മതരാഹിത്യമുണ്ട്. ഇപ്പം സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു മതം വേണ്ട, ജാതി വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് നടത്തുന്നത്. ഇതിൻ്റെ സംഘാടകരിൽ ഒരാൾ CV കുഞ്ഞിരാമൻ ആണല്ലോ. ഇപ്പോൾ കേരള കൗമുദിയുടെ മുഖപ്രസംഗത്തിൽ മനുഷ്യർ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ പിന്നീട് വയലാർ സിനിമയിൽ കൊണ്ടുവരുന്നു. ഇത്തരം ഒരു ആധുനിക കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്നവരെയാണ് ഗുരു ഈ സമ്മേളനം നടത്താൻ ഏൽപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാണ്. ഈ 24-ലെ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ മുറ്റത്ത് നടന്ന ഈ സമ്മേളനത്തിന് 3 കൊല്ലം മുമ്പ്, അതായത് 21-ൽ ഇതേ മുറ്റത്ത് വേറൊരു പന്തലിട്ടൊരു സമ്മേളനം നടക്കുന്നുണ്ട്. അത് സഹോദര സമ്മേളനം. ഈ സഹോദര സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ മിക്കവാറും ആളുകൾ മതനിഷേധികളാണ്. ആ സമ്മേളനത്തിന്റെ രക്ഷാകർതൃത്വവും ഗുരുവായിരുന്നു. ഗുരു പന്തലൊക്കെ ഉറപ്പുവരുത്തിയ സമ്മേളനത്തിന്റെ കൃത്യത, നിങ്ങൾ സംസാരിക്കുമ്പോൾ പ്രകൃതിയിൽ മനുഷ്യർ വരുത്തി വയ്ക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന പാരിസ്ഥിതിക കാഴ്ചപ്പാട് ഉൾപ്പെടെ പറഞ്ഞ ഒരാളാണ് ഗുരു. ആ ഗുരു കേന്ദ്രസ്ഥാനത്തിരുന്നു കൊണ്ട് നടക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു മതം വരിഷ്ഠമാണെന്നോ അല്ലെങ്കിൽ മതമില്ലെങ്കിൽ മനുഷ്യൻ അങ്ങ് ഇല്ലാതായി പോകുമെന്നോ അത്തരം വാദങ്ങൾ ഉറപ്പിക്കാനുള്ളൊരു സമ്മേളനമേ ആയിരുന്നില്ല അത്. ആ അർത്ഥത്തിൽ അതൊരു ആധുനിക ജനാധിപത്യ സാമൂഹിക ക്രമത്തിലേക്ക് വികസിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പായിട്ടാണ് നമ്മളതിനെ നിരീക്ഷിക്കേണ്ടത്. ആ സമ്മേളനത്തിൽ നമ്മളിപ്പോൾ 1882 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നു താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പം ജാതിയിൽ ബന്ധപ്പെട്ട് ആശാന്റെ സമീപനം പല ചർച്ചകൾ നടന്നതാണ്. ശാസ്ത്രീയമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സാറിൻ്റെ അതിലുള്ള അഭിപ്രായം എന്താണ്? അതിൽ പൊതുവിൽ ഇപ്പോൾ ജാതിയെക്കുറിച്ച് ഗുരുവിൻ്റെ സമീപനം ശാസ്ത്രീയമാണ്. ഗുരു പറയുന്നത് ഈ ജാതി മനുഷ്യാണ മനുഷ്യത്വം എന്ന പ്രയോഗം, മനുഷ്യരുടെ ജാതി ഒന്നാണ്. അപ്പോൾ ഈ മനുഷ്യരുടെ ജാതി ഒന്നാണ് എന്ന് ഇത് കുറെക്കൂടി വ്യക്തമാക്കാൻ ഗുരു പറയുന്നത് പുണർന്നു പെറുമെല്ലാം ഒരിനം എന്നാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പുണർന്ന് ഒരു അടുത്ത സന്താനം ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ 2 മനുഷ്യരും ഒരു ഇനമാണ്, സ്പീഷീസ് ആണെന്ന്. അപ്പം അവിടെ വെളുത്തത് കറുത്തത്, മുസ്ലിം ഹിന്ദു, അല്ലെങ്കിൽ മതം മതരഹിതം, ആഫ്രിക്കൻ ഇന്ത്യൻ, ഒരു വ്യത്യാസമില്ല. അവിടെ ഏത് ദേശത്തെ മനുഷ്യർക്കിടയിലും അവർ പുണർന്നാൽ പെറും. അത് ജീവജാതിയുടെ ഒരു ശാസ്ത്രീയമായ തത്വമാണ്. പക്ഷെ ഈ മനുഷ്യൻ ഏതിൽ നിന്നാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഒരു പശുവിൽ നിന്ന് വ്യത്യാസപ്പെടുന്നു, കാക്കയിൽ നിന്ന്, കുയിലിൽ നിന്ന് വ്യത്യാസപ്പെടുന്നു. മനുഷ്യന്റെ ജാതി ഏതാണ്? മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. അപ്പം നാനാ ജാതി മതസ്ഥരും ഒരൊറ്റ ജാതിയാണ് എന്നാണ് ഗുരുവിൻ്റെ നിലപാട്. പക്ഷെ ആശാനെ സംബന്ധിച്ച് ഈ നിലപാടിനെ ഒരു സാമുദായിക നേതാവ് എന്നുള്ള നിലയിൽ പെട്ടെന്ന് പ്രാക്ടിക്കലി നടപ്പിൽ വരുത്താൻ കഴിയുന്നൊരു ഒരവസ്ഥയിലായിരുന്നില്ലല്ലോ കുമാരനാശാൻ. അദ്ദേഹം ഒരു സാമുദായിക നേതാവായിരുന്നു. അത് കേസരി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാമുദായിക നേതാവിൻ്റെ പരിമിതി ആശാനുണ്ടായിരുന്നു. പക്ഷെ ഗുരു ഇതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോയാണ്. സമുദായം എന്ന ആ കോൺസെപ്റ്റിനെ
ഗുരു മാറ്റിവെക്കുകയും നാം ജാതിയും മതവും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഗുരുവിനെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ ഗുരു അതിൽ നിന്ന് മോചനം തേടി പുറത്തു വരികയും ചെയ്തിരുന്നു. ആ ഒരു പരിമിതി കുമാരനാശാൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കുമ്പോഴും കുമാരനാശാൻ ഈ ജാതിയുടെ അപ്രായോഗികതയെക്കുറിച്ചാണ് കവിതകൾ എഴുതിക്കൊണ്ടിരുന്നത്. ചണ്ടാല ഭിക്ഷുകിയായാലും ദുരവസ്ഥയായാലും. അതിനകത്ത് മതം ഒരു പ്രശ്നാധിഷ്ഠിതമായ വിഷയമാണ്. മലബാർ കലാപം ഒരു സംഗതിയായി നിൽക്കുമ്പോഴും ആശാൻ പക്ഷെ വർഗീയവാദിയായിട്ടൊന്നുമല്ല അതിനകത്ത് ഇടപെട്ടത്. പക്ഷേ ഈ ജാതി എന്നുള്ളത് ഒരു അപ്രസക്തമായി തീരുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്ക്, അങ്ങനെയാണല്ലോ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയുന്നത്. ഈ മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുള്ളത് ഒരു പ്രത്യേക മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ഏത് സാമൂഹിക കാലാവസ്ഥയിലും അത് പ്രസക്തമാണ്. നിങ്ങൾ ചട്ടങ്ങളെ മാറ്റിയില്ലെങ്കിൽ വരും കാലങ്ങൾ അതിനെ മാറ്റും. പക്ഷെ അതിനേക്കാൾ വിശാലമാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട്. ജാതിഭേദം, മതദ്വേഷം, ഇതിൻ്റെ ഒരു കൃത്യമായ നിലപാടാണ് ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠയിലൂടെ പ്രഖ്യാപിക്കുന്നത്. അത് കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസി സമൂഹത്തിന് വേണ്ടിയുള്ളതല്ല. പ്രായോഗികവൽക്കരിക്കുകയായിരുന്നു. ഇപ്പോൾ അതേ കാലത്ത് തന്നെ ചട്ടമ്പി സ്വാമികൾ സൈദ്ധാന്തവൽക്കരിക്കുകയാണ്. അങ്ങനെ സാമൂഹ്യ പരിഷ്കരണം അല്ലേ, അയിത്തം, ഇതൊക്കെ. പക്ഷേ ശ്രീനാരായണ ഗുരു അതിനെ പ്രായോഗികവൽക്കരിക്കുന്ന കാഴ്ചയല്ലേ. അരുവിപ്പുറം പ്രതിഷ്ഠ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെയും തമിഴ്നാട്, കർണാടക കുറേ സ്ഥലങ്ങളിൽ ഇത്തരം പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോഴും ഈ സജീവമാണ്. കേരളത്തിന് പുറത്ത് ഈ ഗുരുവിൻ്റെ ദർശനങ്ങളും. തീർച്ചയായിട്ടും. അത് കാരണം ഈ ഗുരു ബെല്ലാരി കർണാടകയിൽ ഗുരു പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. ശ്രീലങ്കയിൽ പ്രതിഷ്ഠ, ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്. ശ്രീലങ്കയിൽ വളരെ സജീവമാണ്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ വളരെ സജീവമാണ്. ഒരു സവിശേഷമായ കാര്യം, ഗുരു ഇപ്പോൾ പ്രതിഷ്ഠകൾ നടത്തിയ കേന്ദ്രങ്ങളൊക്കെയും സർവമത സ്ഥാപനങ്ങളായി തന്നെയാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ ചിന്താഗതി പ്രത്യക്ഷത്തിൽ ആധിപത്യം ചെലുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അരുവിപ്പുറം ആയിക്കൊള്ളട്ടെ, ചെമ്പഴന്തി ആയിക്കൊള്ളട്ടെ, ശിവഗിരി ആയിക്കൊള്ളട്ടെ, ശാരദാ പ്രതിഷ്ഠ, അവിടെ എത്രയോ വ്യത്യസ്ത മനുഷ്യർ അവിടെ വരുന്നു. എനിക്ക് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊന്ന് സച്ചിദാനന്ദ സ്വാമി നിസ്കരിക്കാൻ ശിവഗിരിയിലാണ് പർണശാലയിലാണ് പായ വിരിച്ചു തന്നത്. കാരണം അത്രമേൽ വിശാലമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഇന്ന് അത് പ്രത്യേകമായൊരു പരിമിതമായ ചുറ്റുപാടിൽ നിൽക്കാതെ വിശാലമായി തന്നെ അത് വരുന്നുണ്ട്. ചിലയിടത്ത് ചില ഗുരുദർശനത്തിന് അങ്ങനെ അങ്ങ് നിരക്കാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രീനാരായണ ഗുരു വളരെ വലിയൊരു സ്വാധീന ശക്തിയായി തന്നെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു കാര്യം. പക്ഷെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ലോകത്തെല്ലായിടത്തും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ഇന്ന് വളരെ സജീവമാണ്. ഗുരു ഇപ്പോൾ ആകെ ഒരു വിദേശ രാജ്യം മാത്രമേ സന്ദർശിച്ചിട്ടുള്ളൂ, ശ്രീലങ്ക. പക്ഷെ ഇന്ന് ഏതാണ്ട് എല്ലാ വിദേശ രാജ്യങ്ങളും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് സജീവമായ വേരുകളുണ്ട്. അത് UAE-ലായിക്കൊള്ളട്ടെ, കുവൈറ്റിലായിക്കൊള്ളട്ടെ, US-ലായിക്കൊള്ളട്ടെ, ഇംഗ്ലണ്ടിലോ ഓസ്ട്രേലിയയിലോ എവിടെ തന്നെ ആയിക്കൊള്ളട്ടെ, സംഘർഷഭരിതമായ ഇടങ്ങളിൽ പോലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ, അതിനുള്ളിൽ ജാതീയമായ കോർഡിനേഷൻ എന്നുള്ള നിലയിലല്ല, മലയാളികൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഗുരുവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ കുവൈറ്റിലവിടെ ശ്രീനാരായണ പ്രസ്ഥാനം സാരഥിയാണ്. സാരഥിയുടെ മീറ്റിങ്ങിന് ചതയദിനത്തിന് കഴിഞ്ഞതിൻ്റെ അങ്ങേ കൊല്ലം ചതയദിനത്തിന് ഞാനവിടെ ചെല്ലുമ്പോൾ ആ മീറ്റിങ്ങിൽ എല്ലാ മലയാളികളും ഉണ്ട്. കുവൈറ്റിലെ എല്ലാ മതസംഘടനകളും ഉണ്ട്. പ്രോഗ്രസീവ് ആയതെന്ന് മാത്രമല്ല, നമ്മളൊരു പക്ഷെ ഉള്ളിൽ പിന്തിരിപ്പൻ ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവർ പോലും എല്ലാ വിധത്തിലുള്ള വ്യത്യാസമില്ല. ഗുരുവിൻ്റെ ജയന്തിക്ക് അതവിടുത്തെ ഒരു കൾച്ചറാണ്, അതവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ അബുദാബിയിൽ കഴിഞ്ഞ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സുഹൃത്തുക്കൾ പറയുന്നത് ശ്രീനാരായണ ഗുരു അതൊരു പ്രത്യേകമായ ഒരു ഐക്കണല്ല, ഒരു ജാതിയുടേതുമല്ല. അത് ലോകത്തിൻ്റെ ഒരു ഗുരുവായി സ്വീകരിക്കപ്പെടുന്നൊരു പുതിയ സാഹചര്യം വളരെ പ്രായോഗിക നിലയിൽ തന്നെ വന്നിട്ടുണ്ട്. മാഷിൻ്റെ ചോദ്യം അങ്ങനെ ആയിരുന്നല്ലോ, ഗുരു പ്രായോഗികവൽക്കരിച്ചു. സത്യത്തിൽ ഗുരു തൻ്റെ ദർശനങ്ങളെ ഭൗതികവൽക്കരിച്ചു എന്നുകൂടി നമ്മൾ പറയേണ്ടി വരും. കാരണം ഉള്ളിൽ ഒതുക്കി ഏതെങ്കിലും ഒരു നിഗൂഢ പ്രവർത്തനം പോലെ നടത്താൻ പറ്റുന്ന ഒന്നായിട്ടല്ല ഗുരു തൻ്റെ ദർശനങ്ങളെ ഗുരു മെറ്റീരിയലൈസ് ചെയ്യായിരുന്നു. അതുകൊണ്ടുണ്ടായ ഗുണം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ കൈവഴി അത് ഒരു നദിയായിട്ടല്ല ഒഴുകുന്നത്. ഇപ്പോൾ അയിത്താചരണത്തിനെതിരെ ഗുരുവിന് ശേഷം ആനന്ദതീർത്ഥ സ്വാമികളിലൂടെ വരുന്ന ഒരു വലിയ ഒരു ധാരയുണ്ട്. വൈക്കം സത്യാഗ്രഹം പോലെയുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ വരുന്ന TK മാധവനെ പോലുള്ളവരുടെ ഒരു നിരയുണ്ട്.
ഗുരുവിൻ്റെ സന്യാസ പരമ്പരയെ 2 തരത്തിൽ കൈവഴികളായി കൊണ്ടുപോകുന്ന നടരാജഗുരുവിലൂടെ വരുന്നൊരു ധാരയുണ്ട്, ശിവഗിരിയിലൂടെ വരുന്ന മറ്റൊരു ധാരയുണ്ട്. ഗുരു സാഹിത്യം എന്ന് പറയുന്ന തരത്തിൽ തന്നെ കവിതയിൽ ഗുരു കൊടുത്തൊരു വഴി ഒരു തരത്തിലുണ്ട്. പുതിയൊരു ഭാഷ തന്നെയായിരുന്നു തീർച്ചയായിട്ടും കാവ്യഭാഷ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഉത്തരാധുനിക കാലം കഴിഞ്ഞ് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹിത്യ രംഗത്ത് ഗുരുവിന്റെ ഭാഷ ഇപ്പോഴും വളരെ പ്രസക്തമാണല്ലേ? തീർച്ചയായിട്ടും പുതിയ ഭാഷയാണ് അല്ലേ? അന്ന് മറ്റ് കവികൾ കുമാരനാശാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ എഴുതിയെന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഗുരുവിന്റെ പല കൃതികളും അല്ലേ? അപ്പോൾ ഈ സാഹിത്യ രംഗത്ത് ഗുരുവിന്റെ സംഭാവനകൾ എത്രത്തോളം പ്രസക്തമാണ്, അത് ഇന്നും കാലാതീതമാണ്, അതെങ്ങനെയാണ് സാറിന്റെ കാഴ്ച? അത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനത് ഒരു ആർട്ടിക്കിളിൽ എഴുതാൻ ശ്രമിച്ചിരുന്നു. ഈ മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ കവിത, നമ്മളിപ്പോൾ കാക്കേ കാക്കേ കൂടവിടെ എന്നൊക്കെ പറയും എങ്കിൽ പോലും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഈ 4 വരി കവിതയാണ് ഏറ്റവും പ്രസിദ്ധമായ മലയാള കവിത. ഇത് ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഒരു മലയാളി പഠിക്കുന്നതല്ല. ഇത് വളരെ സ്വാഭാവികമായി നമ്മുടെ ഓക്സിജനിൽ ഇതിങ്ങനെ കിടപ്പുണ്ട്. ഇതില്ലാതാക്കാനുള്ള ശ്രമമാണ് ശ്രീനാരായണ ഗുരുവിനെ ഹൈജാക്ക് ചെയ്യാൻ. അവിടെ ജാതിഭേദം വേണം, മതദ്വേഷം വേണം, എന്നാലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ, അതാണ് ഞങ്ങളുടെ ശ്രീനാരായണ ഗുരു എന്ന് ചിലർ പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെ ശ്രമിക്കുമ്പോൾ സാഹോദര്യം ഇല്ലാതാവുകയും ശ്രീനാരായണ ഗുരു ഇല്ലാതാവുകയും ചെയ്യുമെന്നുള്ളതാണ് പുരോഗമന കേരളം മനസ്സിലാക്കേണ്ട കാര്യം. ഈ കവിത ഗുരു എഴുതുന്നത് 1888 കാലത്താണ് എന്ന് പറഞ്ഞാൽ 19ാം നൂറ്റാണ്ടോടുകൂടി ഒരു നിയോ ക്ലാസിക് ഭാവുകത്വം, ഈ രാജാധിപത്യത്തിൻ്റെയും ഫ്യൂഡൽ ജന്മിത്വത്തിൻ്റെയും സൗന്ദര്യബോധം മലയാളത്തിൽ ആധിപത്യം ചെലുത്തി അത് മെല്ലെ പൊളിയുന്നൊരു കാലത്താണ് ഗുരുവിൻ്റെ ഈ 4 വരി കവിത വരുന്നത്. ഒരു പക്ഷെ അതിനു മുമ്പ് ഗുരു ശ്രീവാസുദേവ അഷ്ടകം, വിനായക അഷ്ടകം പോലെയുള്ള സംസ്കൃത കവിതകൾ എഴുതുന്നുണ്ട്. ഇതിനുശേഷം ആത്മോപദേശ ശതകം പോലെയുള്ള ദാർശനിക കൃതികൾ ഗുരു എഴുതുന്നുണ്ട്. 1064ഓളം കൃതികൾ ഗുരുവിൻ്റെതായിട്ടുണ്ട്. ഹോമമന്ത്രം പോലെയുള്ള ചെറിയ കവിതകൾ ഗുരു എഴുതുന്നുണ്ട്, ഗദ്യകൃതികൾ എഴുതുന്നുണ്ട്. പക്ഷെ ഒരു 910 ശേഷം എന്ന് പറഞ്ഞാൽ ഒരു കാൽപ്പനിക പ്രസ്ഥാനത്തിന്, നമ്മൾ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് മലയാളത്തിൽ രൂപപ്പെട്ടു വരികയും നവോത്ഥാന ശബ്ദം സ്ഫുടമായി തന്നെ മുന്നിൽ വരികയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഗുരു ദൈവദശകം പോലെയുള്ള പച്ച മലയാള കൃതികൾ, അതിലൂടെ ഗുരു സത്യത്തിലൊരു ഭരണഘടനയെ തന്നെ നിർവചിക്കുകയാണ്. ഞാൻ അങ്ങനെയാണ് അതെ. അതിലിപ്പോ ഈ ആത്മോപദേശ ശതകം എന്ന പേര് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഈ ആരാണ് ഒരു ഗുരു ഇപ്പോൾ ഒരാളോട് ചോദിക്കുന്നത്, ആരാണ് നിന്നെ ഉപദേശിക്കേണ്ടത്? അതുവരെ പറഞ്ഞിരുന്ന പുരോഹിതന് ഉപദേശിക്കണം. ഈ പുരോഹിത വർഗത്തിനെതിരെയുള്ള അതിശക്തമായ ചാട്ടുളി സർവമത സമ്മേളനത്തിലുണ്ടായിരുന്നു. സത്യവ്രതസ്വാമി ഈ സ്വാദപ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഗന്ധകാമ്ലം കണ്ടിട്ടില്ലേ, സൾഫ്യൂരിക് ആസിഡ്. ഈ ഗന്ധകാമ്ലം കണ്ടുപിടിച്ചത് ശാസ്ത്രജ്ഞരാണ്. പക്ഷെ ഈ ഗന്ധകാമ്ലം ആരാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്? ആരാണ് ഇതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കുന്നത്? അത് ക്യാപിറ്റൽ ആരുടെ കയ്യിലുണ്ടോ? അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുന്ന സാധനം സത്യത്തിൽ ഈ സർവമത സമ്മേളനം നിർവചിക്കപ്പെടുകയാണ്. ഇതൊരു പുരോഗമനാശയമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. അതുപോലെ കാലാകാലങ്ങളിലെ മഹത്തുക്കൾ നിർവചിച്ച മതദർശനങ്ങളെ അതാത് കാലത്ത് പുരോഹിത വർഗം, അപ്പോൾ പുരോഹിത വർഗം ഈസ് ഈക്വൽ ടു മുതലാളി വർഗം. പുരോഹിത വർഗത്തിൻ്റെ കയ്യിൽ വിപണിക്ക് പര്യാപ്തമായ ഒരു മൂലധന ഇരിപ്പുണ്ട്. അവർ ഈ മതത്തെ പിടിച്ചെടുക്കും. അതാണല്ലോ നമ്മുടെ ചുറ്റിലും നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം. ഗുരു പല കൈവഴികളായി മെറ്റീരിയലൈസ് ചെയ്യപ്പെട്ടു. കൈവഴികളായി മെറ്റീരിയലൈസ് ചെയ്യപ്പെട്ടപ്പോൾ ഗുണം എന്താണ്? നമ്മുടെ കൺമുന്നിൽ ഗുരുവിനെ നമ്മളൊരു പല ലെയറിൽ ഗുരുവിനെ കാണാൻ പറ്റും. വേണമെങ്കിൽ ഒരു നിരീശ്വരവാദ പ്രസ്ഥാനത്തിനകത്തും ഗുരുവുണ്ട്. MC ജോസഫ് പറഞ്ഞത് ഗുരുവിൻ്റെ ഏറ്റവും വലിയ ശിഷ്യൻ ഞാനാണെന്നാണ്, യുക്തിവാദി MC ജോസഫ്. അത് ഗുരുവിനെ സംസാരിച്ചു കഴിഞ്ഞ് പുള്ളി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിനുള്ളിൽ പോലും ശ്രീനാരായണ ഗുരുവുണ്ട്. ഇത് ഗുരു സാമൂഹിക ജീവിതത്തിനകത്തേക്ക് മെറ്റീരിയലൈസ് ചെയ്ത് വന്നുവെങ്കിൽ ഗുരുവിനെ ആൾദൈവവൽക്കരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ മറ്റു ചില റൂട്ടുകൾ, ട്രാക്കുകൾ കടന്നു വന്ന് കേരളത്തിലടക്കം വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ആൾദൈവ ലാഭേച്ഛയാണ്. ഈ പൗരോഹിത്യവും വിപണിയും കള്ളത്തരങ്ങളും യുക്തിരാഹിത്യവും, അതാണ് ഗുരു റാഷണലായി ചിന്തിച്ചു. ശാസ്ത്രബോധം ഇല്ലായ്മയും ഒക്കെ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ആൾദൈവ സംസ്കാരത്തിനകത്ത് ഗുരുവിനെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. പക്ഷെ ചിലർ ശ്രമിക്കുന്നത് ഈ പുരോഗമന
കേരളത്തെ പുരോഗമനരഹിതമാക്കി മാറ്റി ഗുരുവിനെ അങ്ങനെ ഒരു ചെപ്പിലടയ്ക്കാൻ ദൈവമായിട്ട് തീർച്ചയായും. അപ്പോൾ 1916 ജാതിയില്ല വിളംബരം ഗുരു സംഘടിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഈ സർവ്വമത സമ്മേളനം നടക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഗുരുവിൻ്റെ ദർശനങ്ങളും ഗുരുവും പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഏറ്റവും വെല്ലുവിളി സാറി പറഞ്ഞ സാധനമാണ്. ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജാതിയുടെ ചട്ടക്കൂട്ടിൽ നിർത്തുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അത് നമുക്ക് പറ്റുന്ന, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഗുരുവിനെ സ്നേഹിക്കുന്നവർ, അതിന് പ്രത്യേക ജാതിയൊന്നുമില്ല. അപ്പം ഞാൻ ഗുരുവിനെ ജാതീയമായ മതപരമായിട്ടല്ലല്ലോ കാണുന്നത്. ഗുരുവിനെ സ്നേഹിക്കുകയും ഗുരുവിനെ പഠിക്കുകയും ഗുരുവിലേക്ക് നടന്നു വരികയും ചെയ്യുന്ന മനുഷ്യർ ഒരിക്കലും അവർ അക്രമാസക്തരാവില്ല. അവർ ഒരിക്കലും പിന്നിലേക്ക് പോകില്ല. ഇപ്പോൾ കേസരി പറഞ്ഞതുപോലെ അവർ പിന്നിലേക്ക്, ഫ്യൂഡലിസത്തിലേക്ക് അവർ പോകില്ല. അവരീ പറയുന്ന സാമൂഹിക മൂല്യത്തിൻ്റെ പുരോഗമന പ്രക്രിയയിൽ തന്നെ നിൽക്കും. പക്ഷേ ഗുരുവിനെ വ്യാജമായി മനസ്സിലാക്കിയവരുണ്ട്. അതായത് ജാതിഭേദം ഉള്ളിൽ സൂക്ഷിക്കുന്ന, മതദ്വേഷമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമെന്ന് വിശ്വസിക്കുന്നു. നിരന്തരമായി മറ്റു മതങ്ങളെ, തൻ്റേതല്ലാത്ത മതത്തെ, എനിക്കൊരു മതവിശ്വാസം ഉണ്ടെങ്കിൽ അതല്ലാത്ത മതത്തെ തെറിവിളിക്കുന്ന ഒരാൾ എങ്ങനെ ഗുരുവിൻ്റെ ദർശനമാണെന്ന് പറയാൻ പറ്റും? പക്ഷെ അങ്ങനെ തെറിവിളിച്ചുകൊണ്ടിരിക്കുകയും എന്നിട്ട് താനാണ് ഏറ്റവും വലിയ ഗുരുവിൻ്റെ ആളെന്ന് ഒരാൾ പറയുകയും ശ്രമിച്ചാൽ അത് സത്യത്തിൽ ഗുരു അല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. ആ തരത്തിലുള്ള സാമൂഹിക മനസ്ഥിതിയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ, ഞാൻ പറയുന്ന ഗുരുവിനെ സ്നേഹിക്കുന്ന മനുഷ്യർ കേരളത്തിലുണ്ട്. അവരെ ഒരാൾക്കും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. അതെൻ്റെ ഒരു ഉത്തമമായ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ അവരിലൂടെയാണ്, അത് ലോകത്തെമ്പാടും ഉണ്ട് അത്തരം മനുഷ്യർ, അവരിലൂടെയാണ് ഗുരു മുന്നോട്ട് പോകുന്നത്, അവരിലൂടെയാണ് ഗുരു മുന്നോട്ട് പോകാൻ പോകുന്നതും. ആ അർത്ഥത്തിൽ ഗുരുവിനെ അങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പറ്റുന്നില്ല. നമ്മൾക്കിപ്പോൾ ഈ പുരോഗമന കേരളം എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് കൂടുതൽ ഗുരുവിൻ്റെ ദർശനങ്ങളും ഇത്തരത്തിലുള്ള തത്വങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എങ്ങനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഞാനിപ്പോൾ ചർച്ച ഇപ്പം പ്രധാനമായിട്ട് അതാണ് നടക്കുന്നത്. ഇപ്പം ഒരു ജാതിയുടെ പേരിൽ ഇത് മാറ്റി നിർത്തുന്നു എന്നുള്ളത് അതെങ്ങനെയാണെന്നുള്ളതാണ്. അല്ല, അത് വളരെ ഞാനിപ്പോൾ ശ്രീ കേരള സർവകലാശാലയുടെ ഒരു സെൻറ്ററിൻ്റെ ചുമതലക്കാരനാണ്, ശ്രീനാരായണ സ്റ്റാൻഡേർഡ്. അപ്പം ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വൈജ്ഞാനികമായ ഐഡിയ ഗുരുവിനെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു തിയറി തന്നെ ഫോം ചെയ്തിട്ടുണ്ട്, ശ്രീനാരായണ വിജ്ഞാനീയം, ശ്രീനാരായണോളജി എന്ന പേരിൽ. അതിപ്പോൾ ഒരു വലിയ പ്രോജക്റ്റായി നടക്കുകയാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത് ഗുരു ഒരു ഏകശിലാമയമായ കോൺസെപ്റ്റ് അല്ല. ഗുരു ഇപ്പോൾ വേദാന്തത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ മാത്രം പഠിക്കുകയും ഗുരു A to Z വേദാന്തി മാത്രമാണെന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുണ്ട്. അല്ല, ഗുരു സാമൂഹിക പരിഷ്കർത്താവ് മാത്രമാണെന്ന് പറയാൻ ശ്രമിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഗുരു ഒരു ആശ്രമ പാലകനായിരുന്നു, സന്യാസി മാത്രം. അതൊരു കേവലമായ കാഴ്ചപ്പാടാണ്. ഗുരുവിന് പല തലങ്ങളുണ്ട്. ഈ തലങ്ങളെ മുഴുവൻ നമ്മൾ പഠിക്കണം. മാഷ് നേരത്തെ പറഞ്ഞ പോലെ ഭാഷയിൽ, കാവ്യദർശനത്തിൽ, സാമൂഹിക കാഴ്ചപ്പാടിൽ. ഗുരു ഇപ്പോൾ ഗുരുവിൻ്റെ വിവാഹത്തെക്കുറിച്ച് തർക്കങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, അതിനെക്കുറിച്ച് ധാരാളം പേർ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഗുരു ഒരു കുടുംബജീവിതം പുലർത്തി മുന്നോട്ട് പോയ ഒരാളല്ല. ഗുരു അല്ല, അത് വർഷങ്ങളെ സംബന്ധിച്ച് തന്നെ തർക്കങ്ങളുണ്ട്. ഗാളിയുമായിട്ടുള്ള ഈ സഹോദരി പറഞ്ഞൊരു അറിവ് മാത്രമേ പിന്നീട് ഉണ്ടായുള്ളൂ. അതെ, സഹോദരിമാർ പറഞ്ഞത്. ഇപ്പോൾ സഹോദരൻ അയ്യപ്പൻ അതിനെക്കുറിച്ച് വ്യക്തമായ അറിയുമായിരുന്നു, പക്ഷെ അദ്ദേഹം ബയോഗ്രഫി എഴുതിയില്ല എന്നൊരു വാദമുണ്ട്. ആ വാദം അവിടെ നിന്നുകൊണ്ടിട്ട്. പക്ഷെ ഗുരു ഒരു കുടുംബം ഗുരു പുലർത്തിയില്ല. ഇപ്പോൾ ഗുരുവിൻ്റെ അച്ഛനും അമ്മയും ഒരു കുടുംബം, ഇപ്പോൾ മാടനാശാനും പിന്നെ കുട്ടിയമ്മയും എന്ന മാതാപിതാക്കളുടെ കീഴിൽ സഹോദരിമാരുടെ ഏക ഒരു സഹോദരനായി ജീവിച്ച ഗുരു എന്ന് പറയുന്ന പോലെ ഗുരുവിന് സന്താനങ്ങളോ ഒരു വീടോ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും ഗുരു ഒരു വീട് പരിപാലിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഉത്തമ ബോധ്യം സമൂഹത്തിന് തന്ന ആളാണ്. കുഞ്ഞുങ്ങളെ എങ്ങനെ ഇത് നോക്കണം, ഈ ദമ്പതിമാർ തമ്മിലുള്ള പിന്നെ സാമൂഹിക ബന്ധം എങ്ങനെയായിരിക്കണം, വിവാഹം എങ്ങനെയാവണം എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ അല്ലെങ്കിൽ കുറെ കൂടി പൂർണ്ണതയുള്ളൊരു സാമൂഹിക ജീവിതത്തിന് വേണ്ട കാഴ്ചപ്പാട് തരുന്ന ഒരു അധ്യാപകൻ, പ്രതിഷ്ഠകൾ നടത്തിയിട്ടുള്ള ഒരു കർമ്മ പുരോഹിതൻ. ഇനി ഏറ്റവും ഒടുവിൽ ഇത്തരം സാകാര പ്രതിഷ്ഠകൾ വിട്ടിട്ട് ദീപം, ഓംകാരം, അക്ഷരങ്ങൾ. ഇപ്പോൾ മുരുക്കുമ്പുഴയിൽ തന്നെ 4 വാക്കാണ് ഗുരു പ്രതിഷ്ഠിച്ചത്. അപ്പോൾ പ്രതിഷ്ഠയ്ക്ക് തന്നെ മറ്റൊരു അർത്ഥം കൊടുത്ത ഒരു വലിയ സാത്വികനായിട്ടുള്ള ജ്ഞാനി,
കവി, ദാർശനികൻ, ഫിലോസഫർ, സഞ്ചാരി, ഗുരു ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രീയ നേതാവ് വേണമെങ്കിൽ ഗുരു വൈക്കം സത്യാഗ്രഹ സന്ദർഭത്തിൽ പറഞ്ഞല്ലോ, അവിടെ ഇരുന്ന് സത്യാഗ്രഹം നടത്തിയിട്ട് ഈ വഴിയിലൂടെ നടക്കുക എന്നുള്ളത് മാത്രമല്ല അന്തിമമായ ലക്ഷ്യം. നിങ്ങൾ സാലോക്യം കഴിഞ്ഞാൽ പിന്നെ സായുജ്യം ആയിരിക്കണ്ടേ, അപ്പോൾ ക്ഷേത്രത്തിൽ കയറാനുള്ളതാവണമെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ സമഗ്രതയെ പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഗുരുവിലൂടെ മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലാതെ ഒരു ലെൻസിലൂടെയുള്ള ഗുരു കാഴ്ച എന്ന് പറയുന്നത് പൂർണ്ണമാവില്ല. അവിടെ തന്നെ നമ്മൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ വ്യത്യസ്ത നവോത്ഥാന ആചാര്യന്മാർ നമുക്കുണ്ട്. ചട്ടമ്പിസ്വാമിയുണ്ട്. ചട്ടമ്പിസ്വാമി ഇടപെട്ട മേഖലകളുണ്ട്. ഇപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് അടക്കമുള്ള ചരിത്ര പദ്ധതി, ഗവേഷണ പദ്ധതി അടക്കം, വേദാന്തം, യോഗസൂത്രത്തിൽ തന്നെ വളരെ സൂക്ഷ്മമായ ദർശനം. അതുപോലെ തന്നെ അയ്യാവൈകുണ്ഠസ്വാമിയുണ്ട്. സാഹിബ് അയ്യാവൈകുണ്ഠസ്വാമി പ്രത്യക്ഷത്തിൽ തന്നെ സമരമാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച ജ്ഞാനിയായ മനുഷ്യനാണ്. അയ്യാവൈകുണ്ഠരിൽ നിന്ന് വരുന്നൊരു വെളിച്ചമാണ് നവോത്ഥാനത്തിലൂടെ നമ്മൾ ഗുരുവിലൂടെ ഒക്കെ കിട്ടുന്നത്. തൈക്കാട്ട് അയ്യാവുണ്ട്, നമുക്ക് പൊയ്കയിലപ്പച്ചനുണ്ട്, അയ്യങ്കാളിയുണ്ട്. ഇത്തരത്തിലുള്ള സമഗ്ര ശോഭയുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള ഗുരു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ വിമോചിപ്പിച്ച് ഈ മനുഷ്യരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഐക്യമുന്നണി, ഒരു സാംസ്കാരിക ഐക്യമുന്നണിയെ കുറിച്ചിട്ടുള്ള ബോധ്യം പൊതുജനങ്ങൾക്ക് ഉണ്ടാവണമെന്നുള്ളതാണ് ഗുരു. അതാണ് അതിൻ്റെ, നമ്മളതിൻ്റെ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് അതായിരിക്കും. പിന്നെ സാർ ഇപ്പം ഈ കേരളത്തിൽ പിന്നെ മലയാളത്തിൽ തന്നെ ഗുരുവിനെ ഇത്രത്തോളം ആഴത്തിൽ പഠിച്ചൊരു മറ്റൊരു ആൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സാറിന് എങ്ങനെയാണ് ഈ ഗുരുവിൻ്റെ ദർശനങ്ങളിലേക്ക് എങ്ങനെയായിരുന്നു സാറ് എത്തിപ്പെടുന്നത്? അത് പക്ഷേ ഗുരുവിനെ കുറിച്ച് ധാരാളമായി വളരെ ആഴത്തിൽ പഠിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. അതിൽ ഞാനിപ്പോൾ ഒന്ന് പഠിച്ചിങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ വളരെ അവിചാരിതമായി ഞാനൊരു പക്ഷേ ഒരു പ്രസംഗത്തിനിടയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു സന്ദർഭം ഇങ്ങനെ ചെമ്പഴന്തിയിലൊരു കവിതാ മത്സരത്തിൽ പങ്കെടുത്ത് ഗുരുവിലേക്ക് എത്തിച്ചേരുന്ന ഒരു ട്രാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മത്സരത്തിൽ പരാജയപ്പെട്ടു പോയതിനെക്കുറിച്ച്. പക്ഷെ എന്നാൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗുരു നമ്മൾ ഒരു ഓക്സിജൻ പോലെ നമ്മുടെ ചുറ്റിലും ഉണ്ട്. നമ്മൾ അതിനെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് വിശേഷിച്ചും. ആ ഗുരുവിനെ നമ്മളിലേക്ക് സ്വാംശീകരിക്കുക എന്നുള്ള പ്രക്രിയയാണ് പിന്നെ നമ്മൾ നടത്തേണ്ടത്. അതിന് നമ്മൾ കുറച്ചൊന്ന് അധ്വാനിക്കേണ്ടി വരും. നമ്മുടെ ഇപ്പോൾ സർവകലാശാല തന്നെ തയ്യാറാക്കിയ ഡിസ്ക്രിപ്റ്റീവ് ബിബ്ലിയോഗ്രഫി അനുസരിച്ചിട്ടാണെങ്കിൽ 2800-ലപ്പുറം ഡോക്യുമെന്റുകൾ ഗുരുവിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പുസ്തകങ്ങൾ, സോനീറുകൾ, ലേഖനങ്ങൾ, അതിൻ്റെ കളക്ഷൻസ്, വ്യാഖ്യാനങ്ങൾ, ഇതൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സർവകലാശാല ഉദ്യമം പോലെയുള്ളൊരു പ്രക്രിയയാണ്. ഇതിൽ പരമാവധി നമുക്ക് പഠിക്കാൻ പറ്റുന്നതിന് പഠിക്കുക, നിരന്തരമായി അത് പഠിച്ച് ഗുരുവിൻ്റെ വെളിച്ചത്തെ പരമാവധി ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതെങ്ങനെ അധ്യാപക ജീവിതത്തിൽ എങ്ങനെയാണ് അത് മുതൽക്കൂട്ടാവുന്നത് സാറിന്? അത് അധ്യാപന ജീവിതത്തിൽ മാത്രമല്ല, സത്യത്തിൽ നമ്മൾ ഈ പ്രഭാഷണത്തിൽ പോലും നമുക്ക് ഗുരുവിനെ സമന്വയിപ്പിക്കാൻ പറ്റും. അതായത് ചിലപ്പോൾ നമ്മൾ ഈ പ്രസംഗിക്കുമ്പോൾ ഈ വെല്ലുവിളിയുടെ ഭാഷ കടന്നു വരും, വൈരാഗ്യത്തിൻ്റെ ഭാഷ. വൈരാഗ്യം ഈ യോഗീ ദർശനത്തിലെ വൈരാഗ്യമല്ല, പക കടന്നു വരും. മറ്റൊരാളോടുള്ള വിദ്വേഷം, വെറുപ്പ്, നേരത്തെ പറഞ്ഞ ദേഷ്യം. സത്യത്തിൽ ഇതൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ ഈ പ്രകടിപ്പിക്കുന്ന ആൾ രോഗിയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളോട് ദേഷ്യം വെച്ചു പുലർത്തുന്ന ഒരാൾ താൻ അറിയാതെ ഈ സാധനത്തെ തനിക്കെതിരെ കൂടി ദേഷ്യമാക്കി ഒരു രോഗിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ ഗുരു ഒരു കാഴ്ചപ്പാടാണ്. ഗുരു അങ്ങനെ ഒരാളോടും വിദ്വേഷം വെച്ച് പുലർത്തിയിട്ടില്ല. അത് ഇപ്പോൾ ഈ സ്വാമി ജോൺ ധർമ്മതീർത്ഥ ഗുരുവിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. ഈ സ്നേഹത്തിൻ്റെ പ്രവാചകൻ, സമാധാനത്തിൻ്റെ പ്രവാചകൻ എന്ന പുസ്തകം. ഗുരു ആരോടും ദേഷിച്ചിട്ടില്ല, ഒരു പറച്ചിലിനെയും ഗുരു വിലക്കിയിട്ടില്ല. ആര് പറയുന്നതും കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സൗമ്യ മനസ്ഥിതി ഗുരുവിലുണ്ട്. ഈ സൗമ്യ മനസ്ഥിതി എൻ്റെ സ്വഭാവത്തിന് ഇണങ്ങിയതല്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതിലേക്ക് എത്തിച്ചേരലാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് വരാൻ ഉള്ള ഒരു പരിശ്രമമാണ് സത്യത്തിൽ എൻ്റെ അധ്യാപന തീർച്ചയായും. മറ്റൊന്ന് ഇൻസൈറ്റാണ്. ഗുരു ഒരു കാര്യത്തെക്കുറിച്ച് പറയുക എന്നുള്ളത് ഒരുപക്ഷെ ചടുതിയിൽ ഗുരു പറഞ്ഞേക്കാം, ചിലപ്പോൾ ഗുരു ആലോചിച്ച് പിന്നീട് പറഞ്ഞേക്കാം.
പക്ഷെ ഈ പറച്ചിലിനൊരു ആഘാതമുണ്ട്. നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് ഏതെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണമല്ലോ. ആ അർത്ഥത്തിൽ ഗുരു പറഞ്ഞതിൻ്റെ ഒക്കെ ഇമ്പാക്റ്റാണ് നമ്മളിപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പം ഞാനും പറയാൻ ശ്രമിക്കുന്ന കാര്യത്തിന് ഒരു ഇമ്പാക്റ്റ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലെനിക്ക് സത്യത്തിൽ ഗുരു ഒരു മാതൃകയായിരിക്കുന്നു. അതിനർത്ഥം ഇതൊരു മതപരമായ വിചാരമാണെന്നോ ജാതീയമായ വിചാരമാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഒരു സ്വാർത്ഥ താല്പര്യം അങ്ങനെയല്ല. അത് അങ്ങേയറ്റത്തൊരു സമർപ്പണത്തോടു കൂടി നമ്മൾ ചേർത്ത് പിടിക്കുന്നതാണോ നമ്മളെ ചേർത്ത് പിടിക്കുന്നതാണോ എന്ന് അറിയുന്നതല്ല, അതങ്ങ് സംഭവിക്കുന്നു. പിന്നെ സാർ ഇപ്പം നിരൂപണ രംഗത്ത് ഇത്തരത്തിലുള്ള തത്വ മേഖലകളിൽ അതേസമയം സർഗാത്മക പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുമാരു നോവൽ എഴുതുന്നു, കഥകൾ എഴുതാറുണ്ട്, കവിതകൾ ഉണ്ട്. അപ്പോൾ സാറിന് ഇത്തരത്തിലുള്ള ഗുരുവിൻ്റെ ദർശനങ്ങൾ ഇതിനൊക്കെ ഒരു പ്രചോദനമാവുന്നുണ്ട് എഴുത്തിന്? തീർച്ചയായിട്ടും പ്രചോദനമാകുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരിക്കലും ഈ പൂനെയിലേക്കുള്ള അവിടുത്തെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ യാത്രക്കിടയിലാണ് എനിക്കത് അവിടെ എന്ത് സംസാരിക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ചധികം സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ബുക്ക് സ്റ്റോളിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ഇങ്ങനെ നിലത്തിട്ടിരിക്കുന്ന പുസ്തകങ്ങൾക്കിടയിൽ ഈ എലിസബത്ത് കോൾബർട്ടിൻ്റെ 6th മാസ് എക്സ്റ്റിങ്ഷൻ എന്ന പുസ്തകം കാണും. ഞാനതെടുത്തിട്ട് വാങ്ങുന്നു, വായന തുടരുന്നു. മനുഷ്യ സമൂഹം ഒരു 6ാമത്തെ കൂട്ടവിനാശത്തിലേക്ക് ആനന്ദ് അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ജൈവമനുഷ്യനിലൊക്കെ. നാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് മനുഷ്യൻ്റെ ശത്രു? മനുഷ്യൻ തന്നെയാണ്. ഈ മനുഷ്യർക്കെതിരെ നടത്തുന്ന കൊലവിളികളാണ് വർഗീയത. അത് വർഗീയവാദികൾ തിരിച്ചറിയുന്നില്ല. അവർ ആരെയാണ് കൊല്ലുന്നത്? അവർ അവരെ തന്നെയാണ് കൊല്ലുന്നത്. ഇപ്പോൾ അത് നമ്മൾ ഫാസിസത്തിൻ്റെ നാസിസത്തിൻ്റെ കാലത്ത് കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ശത്രു എന്ന ഒരാളെ കുറച്ച് പേരെ സ്പോട്ട് ചെയ്യും, നിങ്ങൾ അവരെ കൊല്ലും. ഈ ശത്രുക്കളെ എല്ലാം ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ കൊല്ലും? നിങ്ങൾ പരസ്പരം കൊല്ലും. ഈ കൊലയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രോഗാണുവാണ് വർഗീയത. ഈ വർഗീയതയെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയായി എലിസബത്ത് കോൾബർട്ടിൻ്റെ പുസ്തകം എന്നെ സഹായിച്ചു. ഒപ്പം തന്നെ ഈ 21 സഹോദര സമ്മേളനത്തിൻ്റെ മീറ്റിങ്ങിൽ ഗുരു സഹോദരനെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? നിങ്ങൾ ഈ പ്രഭാഷണം ചെയ്യുന്നവരോട് പറയണം, മനുഷ്യരുടെ ലോഭത്തെക്കുറിച്ച്, ആർത്തിയെക്കുറിച്ച്, ദുരയെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞാൽ ആധുനികതയ്ക്കെതിരെ ഒരു വിമർശനമാണ് ഗുരു ഉന്നയിക്കുന്നത്. അത് ഗുരുവിൻ്റെ പാരിസ്ഥിതികമായ ഇൻസൈറ്റാണ്. അത് കണ്ടെടുക്കാൻ ഈ പുസ്തകം എന്നെ സഹായിച്ചു. എൻ്റെ ആ വായനയിലേക്ക് ഗുരുവിനെ എനിക്ക് അവിടെ നേരത്തെ ചേർത്ത് വയ്ക്കാൻ എനിക്ക് പറ്റി. ഒരുപക്ഷെ ഇത് എൻ്റെ ഉയർന്ന ചിന്തകളുടെ, പലതരം ചിന്തകൾ നമുക്കുണ്ട്, എൻ്റെ ഏറ്റവും ഉയർന്ന ചിന്തകളുടെ എല്ലാ അടരുകളിലും ഗുരു ഒരു യുക്തിയായി പടരുന്നത് അനുഭവിക്കാൻ, അത് കവിതയായാലും വല്ലപ്പോഴും എഴുതുന്ന കഥകൾ, മാഷ് കൃത്യമായ കഥകൾ എഴുതുന്ന ഒരാളാണ്, കഥകളായാലും നോവലായാലും പ്രസംഗമായാലും, ഇനി ഈവൻ നമ്മുടെ ഇപ്പം എനിക്ക് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസ പ്രമാണമായാലും തീർച്ചയായിട്ടും അതിൽ ഗുരു ഒരു സാമീപ്യമായിട്ടുണ്ട് എന്ന് ഞാൻ അനുഭവിക്കുന്നു. ഇപ്പോൾ സാറ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ഗുരുവിൻ്റെ കൾച്ചറൽ സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്നു. ഈ പുതിയ തലമുറ, നമ്മൾ ന്യൂജൻ എന്നൊക്കെ പറയാം, അവരുടെ ഒരു സമീപനം എന്താണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളോടും ദർശനങ്ങളോടൊക്കെ ഉള്ളത്? അത് ഞങ്ങൾ 2023 ഈ ശ്രീനാരായണ വിജ്ഞാനീയത്തിൻ്റെ പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു സെമിനാർ അയ്യങ്കാളി ഹാളിൽ നടത്തി. അപ്പം അതിലൊരു സെഷൻ യുവതയുടെ ഗുരു എന്ന്. അപ്പോൾ സ്കൂൾ കുട്ടികൾ മുതൽ യുവതയെ പ്രതിനിധീകരിക്കുന്ന അതിൽ തന്നെ വ്യത്യസ്ത കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ഒരു ഗുരു എന്താണ്? ആ സത്യത്തിൽ ആ വന്നിരുന്ന ആളുകളെ ഞെട്ടിക്കുന്ന പ്രതികരണമായിരുന്നു. അതിലൊരു കുട്ടി അതിനെ ആ മീറ്റിംഗ് അധ്യക്ഷം വഹിച്ച നമ്മുടെ രാഹുലാണ്, കവി രാഹുൽ അതിലൊരു പോയിന്റ് എടുത്ത് പറയുകയും ചെയ്തു. അതിലൊരു കുട്ടി പുള്ളിക്കാരൻ എന്നാണ് ഗുരുവിനെ പറഞ്ഞത്. പുള്ളിക്കാരൻ്റെ ആശയങ്ങളോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ഫ്രണ്ട്ലിനെസ് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഗുരു അവിടെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് അവരിലുണ്ട്. എനിക്ക് തോന്നുന്നത് അത് CV സുരേഷ് സാറിൻ്റെ മകളാണ് അത് പറഞ്ഞത്. അവളൊരു കവയിത്രിയാണ്. പുള്ളിക്കാരൻ എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ ഇപ്പൊ സുബ്രഹ്മണ്യനെ പിച്ചക്കാരന്റെ പുത്രൻ എന്ന് വിളിച്ച ആളാണ് ഗുരു പറയുന്നത്. ഈ പിച്ചക്കാരന്റെ പുത്രൻ
നിന്റെ പിതാവ് ഇരന്ന് കിട്ടുന്നതിന് നീ കഴിക്കുന്നു. ആ നീ വേറൊരു പിച്ചക്കാരനായ എന്നെ മനസ്സിലാക്കണ്ടേ? അത്രമേൽ അഭേദമായ വേർപിരിക്കാൻ പറ്റാത്ത ഇഷ്ടത്തോടെയാണ് ഗുരു ദൈവത്തെ വിളിക്കുന്നത്. അത് ഗുരുവിൻ്റെ ദൈവവിശ്വാസമാണ്. ആ വിളി തന്നെയാണ് കുട്ടികൾ ഗുരുവിനെ വിളിക്കുന്നത്. ഗുരുവിന് തങ്ങളുടെ ഏറ്റവും സമീപത്തിരിക്കുന്ന ഒരു സ്നേഹമോ ആശ്വാസമോ പുതിയ തലമുറ കാണുന്നു. ചിലർ വിമർശിക്കുന്നു, ഗുരു വിമർശിക്കപ്പെടുകയും വേണം. തീർച്ചയായിട്ടും ഗുരു ഒരു കാലത്തിൽ ഇടപെട്ട ദൈക്ഷണികൻ എന്ന നിലയിൽ ഗുരു വിമർശിക്കപ്പെടുകയും വേണം. പുതിയ തലമുറ ഗുരുവിനെ വിമർശിക്കുന്നുമുണ്ട്. പക്ഷെ ഇത് വിമർശിക്കുന്നത് ഗുരുവിനെ തള്ളിക്കളയാനല്ല, മറിച്ച് ഗുരുവിനെ കൂടുതൽ ആഴത്തിൽ ചേർത്ത് പിടിക്കുകയും അത് നമ്മുടെ ഒരു വലിയ ബലമാണെന്ന് തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് ഞാനത് വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചു. ഗുരുവിൻ്റെ 168-ാം ജയന്തി ആണ് ഓഗസ്റ്റ് 20 നടക്കാൻ പോകുന്നു. 4 വർഷം കഴിഞ്ഞാൽ ഗുരുവിൻ്റെ സമാധിയുടെ 100 വർഷമാവുന്നു. ഈ സാഹചര്യത്തിൽ ഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചും അത് നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം അതിൻ്റെ പ്രചോദനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് സിദ്ദീഖ് സാറോട് സംസാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.